നമസ്കാരം ഗൈസ്, കേരള ടു കാശ്മീർ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കണ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടകയിലെ ഭൂട്ട്നാൽ ലേക്ക് എന്ന് പറഞ്ഞിട്ടൊരു ലേക്കിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. അതിൻ്റെ പുറകുവശമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലേക്ക് എന്ന് പറയണത് ദേ വളരെ ബ്യൂട്ടിഫുൾ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല സൂര്യനൊക്കെ ഇങ്ങനെ താന്ന് വരുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഡാം പോലത്തെ ഒരു സെറ്റപ്പാണെന്നാണ്. അപ്പം അല്ല, വെറുതെ അവർ മറ്റേ കൽഭിത്തി കെട്ടിയേക്കണ പോലത്തെ ഒരു ഇതാണ് അവിടെയൊക്കെ ചെയ്ത് വെച്ചത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വെള്ളം കുറവായിരുന്നു തോന്നുന്നു. മൊത്തം കരയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങിക്കിടക്കാണ്. വലുത് കണ്ട മൊത്തം ഇവിടെ ഉണങ്ങിക്കിടക്കാണ്. പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ ഇവിടെ ഒരു പാർക്കുണ്ട്. പാർക്കിൽ ഇപ്പം ആരും കളിക്കാനില്ല. കുറേ നേരത്തെ മുമ്പേ 2-3 പിള്ളേരൊക്കെ വന്നിട്ട് ഇവിടെ കളിക്കണ്ടായിരുന്നു. പിന്നെ ഉണ്ടല്ലോ ഗൈസ്, നമ്മൾ ഇത്ര നേരം അവിടെ നിന്നിട്ട് വണ്ടിക്ക് കൈ കാണിച്ചിട്ട് ഒരുത്തം പോലും വണ്ടി നിർത്തിയില്ല കേട്ടോ. ഇപ്പോഴേ ഒക്കെ നിർത്തിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരെണ്ണം പോലും നിർത്താണ്ട് പോണില്ല. കണ്ട എല്ലാ വണ്ടിയും അവിടെ നിർത്തുന്നുണ്ട്. എല്ലാ വണ്ടിയും നിർത്തിയാണ് പോണത്. പാവങ്ങൾ. എനിക്ക് തോന്നുന്നു നല്ല മഴയുള്ള സമയത്ത് ഇത് മൊത്തം നിറഞ്ഞ് ഇവിടം വരെയൊക്കെ നിൽക്കും തോന്നുന്നു. എന്താ വെച്ചാൽ വെള്ളത്തിൻ്റെ പാടുണ്ട് സൈഡിൽ. പിന്നെ ഇവിടെ ചെളി പിടിച്ചിട്ട് ഉണങ്ങി ഇതിലെന്താണാവോ. ഇവിടെ വേറെ ഇതൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അധികം ആൾക്കാരൊന്നും പറ്റില്ല കേട്ടോ. 1-2 പേരോ ഈ ഭാഗത്തായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. വേറെ ആൾക്കാരൊന്നും ഇവിടെ കാണാനൊന്നുമില്ല. പിന്നെ എൻ്റെ കണ്ണിരിക്കണണ്ട, ഇന്നത്തെ ആ ലോറി യാത്രയിൽ പറ്റിയതാണ്. എന്തോ ഒന്ന് കണ്ണിലടിച്ച പോലെ തോന്നി. പിന്നെ ഒന്ന് നോക്കിയപ്പോൾ ഉപ്പൻ്റെ പോലെ ഇരിക്കണ്, ചുമന്ന് ഒരുമാതിരി. ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. ഇപ്പം എന്തായാലും കുഴപ്പമില്ല, അത് മാറിയിട്ടുണ്ട്. നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ. സൂര്യനൊന്നും കാണിച്ചാൽ സൂര്യനിപ്പോൾ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടാ, ആഹാ, താറാമുട്ടയുടെ ഉണ്ണി പോലെ ഇല്ലേ. പിന്നെ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓരോ ദിവസം കൂടും തോറും ബാഗിന് ഇച്ചിരി വെയിറ്റ് കൂടി വരുന്നുണ്ട്. അതെന്തായാലും ഒന്ന് മാറ്റണം. എന്തായാലും നമ്മൾ നാളെ തൊട്ട് ചെറിയ ഒരു ചേഞ്ച് വരുത്താൻ പോകുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അത് എന്തായാലും നിങ്ങൾ കാണണമായിരിക്കുള്ളൂ. നിങ്ങൾ എന്തായാലും വീഡിയോസ് കാണാണ്ടിരിക്കരുത് കേട്ടോ. വീഡിയോസ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇവിടുത്തെ ചൂടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരുമാതിരി കത്തിപ്പോണ ചൂടാണ്. എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ നിങ്ങൾ മനസ്സിലാവും. നല്ല രീതിക്ക് ഇന്നൊരു ഇത്തിരി പോലും നമ്മൾ വെയിൽ വേസ്റ്റ് ആക്കാണ്ട് മൊത്തം കൊണ്ടിട്ടുണ്ട്. അതിൻ്റെയാണ് ഈ ഒരു കത്തിരിക്കണ പോലത്തെ ഒരു ഫീലിംഗ് കിട്ടണം. നല്ല ചൂടെന്ന് വെച്ചാൽ നല്ല ചൂടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ യാത്ര തുടങ്ങിയിട്ടില്ലേ, രാവിലെ തൊട്ട് ബാഡ് അനുഭവങ്ങളായിരുന്നു. മൊത്തം പ്രശ്നങ്ങൾ വെച്ചാൽ നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഇതുവരെ കിട്ടാത്ത കുറേ പ്രശ്നങ്ങളായിരുന്നു നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കാരണം നമ്മൾ രാവിലെ തൊട്ട് വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റില്ല. പിന്നെ അതൊക്കെ സോൾവ് ചെയ്ത് ഒരു ഇതിലൊക്കെ വന്നപ്പോൾ ഉച്ചയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ലിഫ്റ്റ് അടിക്കാൻ നോക്കിയിട്ട് നമുക്ക് ലിഫ്റ്റിങ് കിട്ടാനുള്ള ഒരു സാധനം കിട്ടുന്നത്. ഒരുമാതിരിപ്പെട്ട ഇതിൽ നിന്ന് മൊത്തം നടത്തം തന്നെയായിരുന്നു. അത് കാരണമാണ് നമ്മുടെ യാത്രയിൽ നമ്മൊരു ചെറിയ വ്യത്യാസം നമ്മൾ വരുത്താൻ പോണത്. മടുക്കരുതല്ല, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ യാത്ര ഒരിക്കലും മടുക്കാത്ത വിധം വേണം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും അതേപോലത്തെ ഒരു പ്രശ്നം വന്നാൽ നമുക്ക് എന്തായാലും അത് ഫേസ് ചെയ്യാൻ പറ്റും. നമ്മൾ സോൾവ് ചെയ്തതാണ് ഓൾറെഡി. അപ്പോൾ എന്തായാലും ഇനി വന്നുകൊണ്ടേയിരിക്കും. അപ്പം അത് പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ യാത്രയിൽ ചേഞ്ച് വരുത്തുന്നത്. ഇവിടെ എന്തോ കുറേ നേരമായിട്ട് കരഞ്ഞുണ്ട് ഇപ്പം കേട്ടോ. കാണണ്ട, കൊക്കിൻ്റെ കൂട്ടത്തൊരു സാധനമാണ്. കൊക്ക് തന്നെയാണെന്ന് അറിയാൻ പാടില്ല. കുറേ നേരം കരഞ്ഞുകൊണ്ടിരിക്കണം. നീ സൂര്യൻ താഴ്ന്നു വന്നുണ്ട്. നമുക്ക് ടെൻ്റ് അടിക്കാനുള്ള ഒരു വഴി നോക്കണം. ടെൻ്റാണോ അല്ലെങ്കിൽ വല്ല ലോഡ്ജ് കിട്ടും. ഇവിടെ എല്ലായിടത്തും ലോഡ്ജ് വല്ലതും ഉണ്ടോ അന്വേഷിച്ചിട്ട് വേണം ഇന്നത്തെ സ്റ്റേ തീരുമാനിക്കാൻ. ഇതാ കാണുന്നതെന്ന് പറയണത് മെയിൻ റോഡാണ്, ഹൈവേ പോലത്തെ റോഡാണ് ആ കാണുന്നത്. പക്ഷേ ഇവിടെ ചുറ്റിനും ഗ്രാമപ്രദേശവും അങ്ങനത്തെ ഒരു ടൈപ്പ് സ്ഥലങ്ങളാണ്. ഞാനിപ്പോൾ ഈ വഴിയാണ് ഇങ്ങോട്ട് വന്നത്. ഈ കാണുന്ന വഴി കൂടിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ ഇവിടെ മൊത്തം വലിയ ടൈപ്പ് ഓഫ് കമ്മലുകൾ എന്ന് പറയില്ലേ, ഭയങ്കര വലുത് വലിയ കമ്മലുകളും മാലയും അങ്ങനത്തെ വലിയ ഇത്രയുള്ള കമ്മലും ഭയങ്കര വലിയ മാലയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർ തലയിലും തുണിയും ഇട്ടിട്ട്. പിന്നെ അവരെയൊക്കെ അവിടെ വെച്ച് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ, ഞാൻ ഗ്രാമപ്രദേശമാണല്ലോ, പ്രശ്നമല്ലോ.
അതുകൊണ്ട് അവിടെ ഇനി വീഡിയോയും ഫോട്ടോ ഒന്നും എടുക്കാൻ നിന്നില്ല. ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നു.